ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന US പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് റഷ്യ വിട്ടുനിന്നു. പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയായി നമുക്കിതിനെ കാണാമെന്ന് തോന്നുന്നു. പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഗുഡ് മോർണിംഗ് സ്മിത പറഞ്ഞ പോലെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എത്രയോ പ്രാവശ്യം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ എന്നെങ്കിലും ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ളൊരു വാർത്ത വരാനായി കാത്തിരിക്കുകയായിരുന്നു. അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് അവതരിപ്പിച്ച പ്രമേയം എല്ലാ രാജ്യങ്ങളും അനുകൂലിച്ചെന്നുള്ളതാണ് ഇതിലേറെ സന്തോഷം നൽകുന്നത്. റഷ്യ മാത്രം വിട്ടുനിന്നു. ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള അവരുടെ ഈ നയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അങ്ങനെ ഈ സംഭവിച്ചത്. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രയേൽ നേരത്തെ മനസ്സില്ലാ മനസ്സോടൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഹമാസും ഇസ്രയേലും ഈ നിർദ്ദേശങ്ങൾ കാലതാമസം ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും ഒന്നുമില്ലാതെ, ബലപേശകലൊന്നുമില്ലാതെ അംഗീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലുണ്ട്. വെടിനിർത്തലിനായിട്ടുള്ള ഈ പ്രമേയത്തിന്റെ പിന്നിൽ ലോകരാജ്യങ്ങൾ അണിനിരക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബ്ലിങ്കൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇരുവരും ഈ പ്രമേയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. ഹമാസ് ഔദ്യോഗികമായി ഇതിനെ സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ മധ്യസ്ഥരുമായി സഹകരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായ പ്രമേയത്തെ ഈ ഹമാസ് ഉറപ്പായിട്ടും അംഗീകരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നതും. ആന്റണി ബ്ലിങ്കൻ തന്നെ ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സ്മിത. ശരി മധു, ഏതായാലും ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ എത്ര സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടേയിരുന്നത്. ഇന്നിപ്പോൾ വരുന്ന ഈ വാർത്ത ശരിക്കും ആശ്വാസമാകുന്നു. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ആ പ്രതീക്ഷയുണ്ടാകുന്നു. ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം UN രക്ഷാസമിതി പാസാക്കിയിരിക്കുന്നു. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണം എന്ന പ്രമേയമാണ് US ലോകരാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. റഷ്യ മാത്രമാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഹമാസ് പ്രമേയത്തെ സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു കൊട്ടാരക്കര ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.